പ്രമുഖ പത്രങ്ങളിലെ പ്രധാന വാർത്തകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസംബർ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റിയാണ്. സ്കൂൾ കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ സിമന്റ് ലോറിയുടെ +1+2 വിദ്യാർത്ഥികളുടെ ആയിരുന്നു. അവർ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ നേരത്ത് ഒരു ലോറി വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടാവുകയായിരുന്നു അല്ലേ? +1+2 ആണോ? 8ാം ക്ലാസ് അല്ലേ? നോക്കാം, ന്യൂസ് നോക്കാം. 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണെന്നാണ് എൻ്റെ മനസ്സിൽ. ഓക്കെ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞ് 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് നാടിന് നടക്കിയ സംഭവം. ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ 13 വയസ്സ്. അപ്പം എത്രയാ, 8ാം ക്ലാസ് അല്ലേ? പെട്ടേത്തൊടി അബ്ദുൾ റഫീഖ് ജസീന എന്നിവരുടെ മകൾ റിദ ഫാത്തിമ 13, കൗലങ്ങിൽ അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ 13. റിദയും നിദയും അവർ രണ്ടുപേരും സെയിം തന്നെയാണോ? അല്ല, രണ്ടുപേരും 2 ആൾക്കാരാണ്. അത്തിക്കൽ ഷർഫുദ്ദീൻ സജ്ന എന്നിവരുടെ മകൾ ഐഷ 13 എന്നിവരാണ് മരിച്ചത്. ഇവരുടെ സുഹൃത്ത് അജിനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അത് നമ്മൾ ഇന്നലെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ഒരു കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇവരെല്ലാവരും ഒരുമിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ, CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ അതിനുശേഷം മാധ്യമങ്ങളിലൂടെയൊക്കെ. അതെ, 4 പേരും ഒരുമിച്ചുള്ള ഫോട്ടോയുമായിരുന്നു പിന്നീട് പബ്ലിഷ് ചെയ്തത്. എത്രമാത്രം ഹൃദയഭേദകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അതെ, രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നു. പക്ഷെ വൈകുന്നേരം ഇങ്ങനെ ഒരു അപകടം കേൾക്കാൻ നേരത്ത് എന്തായിരിക്കും അത്? അവരുടെ വീട്ടുകാർക്ക് മാത്രമല്ല, വീട്ടുകാരുടെ വേദന എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. പക്ഷേ കേരളം മുഴുവനും ഇന്നലെ അതിനെതിരെ പ്രതിഷേധമായിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിടത്തൊക്കെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടു കാണുമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇനിയും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവരുത്. എപ്പോഴും ഇങ്ങനെ ഓരോ അപകടങ്ങൾ വരുന്ന സമയത്ത് അധികാരികൾ എല്ലാവരും കൂടെ വരുന്നു, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവും, പ്രതികരിക്കും, നടപടികൾ ഉണ്ടാവും എന്നുള്ള രീതിക്കൊക്കെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നൊരു ഇതാണ് കാണുന്നത്. അപ്പം ഇന്നലെ ഭയങ്കരമായിട്ട് ഇതിന് ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള രീതിക്ക് തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും രോഷം കൊണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ കണ്ടായിരുന്നു. അപ്പം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് സിമന്റ് ലോറി മറിഞ്ഞത്. 3 കുട്ടികൾ സംഭവ സ്ഥലത്തു ഗുരുതരമായി പരിക്കേറ്റു. ഒരു കുട്ടി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. 3 കുട്ടികൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു കുട്ടി ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ് 26 വയസ്സേ ഉള്ളൂ, ക്ലീനർ വർഗീസ് 52 എന്നിവരെ മണ്ണാർക്കാട് വട്ടമ്പലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4-ന് പനയമ്പാടം ബസ് സ്റ്റോപ്പിന് താഴത്തെ വളവിൽ വെച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സിമന്റ് ലോറി എതിരെ വന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മരത്തിലും മതിലിലും ഇടിച്ചു മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. നാട്ടുകാർ JCB, ക്രെയിൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ലോറി മാറ്റി കുട്ടികളെ പുറത്തെടുത്തത്. ഒന്ന് ആലോചിച്ചാൽ ഒരു വണ്ടി ഫുള്ള് സിമെന്റാണ്. അത്രയും വെയിറ്റ്, ലോറിയുടെ തന്നെ വെയിറ്റ് അത് വേറെ, ആ കൂടുതൽ ഇത്രയും കൂടെ വെയിറ്റ് വരാൻ നേരത്ത് അതുങ്ങൾക്ക് ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിക്കാനുള്ള ഇതേ ഉള്ളൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ലോറിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാവും, മുഴുവനും തവിട് പൊടിയായി. നാട്ടുകാർ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നപ്പോഴല്ലേ അപകടം ഉണ്ടായത്? ബസ് കയറാൻ നിന്നപ്പോഴാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നാട്ടുകാർ JCB, ക്രെയിൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ലോറി മാറ്റി കുട്ടികളെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് രാവിലെ സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, അത്രയും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്മസ് എക്സാം എഴുതാൻ പോയി തിരിച്ചു വന്ന കുട്ടികളാണ് ബസ്സിനകത്ത് നിൽക്കാൻ നേരത്തെ ഇങ്ങനൊരു അപകടം ഉണ്ടാവുന്നത്. അതായത് ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർ എക്സാം കഴിഞ്ഞ് ഒരുമിച്ച് വരുന്നതിനിടയിൽ നടന്ന ഒരു അപകടം. ഒരുമിച്ച് തന്നെ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോ, അവർ 4 പേരും കൂടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്രമാത്രം നമുക്ക് അത്രയും സങ്കടം തോന്നും. ആ ഒരു റോഡ് കാണുമ്പോൾ, പിന്നീടുള്ള ന്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും റോഡ് കാണുമ്പോൾ അത് തെന്നാൻ വളരെയധികം ചാൻസസ് കൂടുതലുള്ള റോഡാണ്.
ആ ഒരു റോഡിലൂടെ ഹെവി ലോഡുമായിട്ടൊരു വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മറിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു അപകടം, അവിടെ പൊലിഞ്ഞത് 4 ജീവനുകൾ. അവിടെ ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ മാസവും ഇതേപോലെ തന്നെ, ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു ലോറി വന്ന് ഇതുപോലെ ഇങ്ങനെ സ്ലിപ്പായി, നേരെ വന്നിട്ട് സ്ലിപ്പായി ഇങ്ങനെ ക്രോസ് ആയിട്ട് മറിഞ്ഞ ഒരു കടയുടെ മേളിലോട്ട് വീഴുന്ന ദൃശ്യം. സെയിം സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അപകടത്തിന് ശേഷം ഇന്നലെയൊക്കെ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, മാധ്യമങ്ങൾ പുറത്തു വിട്ടായിരുന്നു. അപ്പം ഇവിടെ ഈ അപകടം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാട്ടുകാർ ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത്. അതൊരു വളവാണല്ലേ? പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പടം വളവിലായിരുന്നു. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും 3 പേര് അപകടത്തിൽ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആ ഒരു കുട്ടിക്കെങ്കിലും ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം പറയാണ്. എന്താ അതിനെ കുറിച്ചിട്ട് പറയണ്ടേന്നൊന്നും കിട്ടുന്നില്ല. കാരണം എല്ലാവർക്കും കൊച്ചു കുട്ടികളാണ് അവര്. പ്രതീക്ഷിക്കാതെ വന്ന ഒരു മരണം. അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടി അച്ഛനും അമ്മയെ വളർത്തുന്നു. രാവിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകാൻ നേരത്താണെങ്കിലും പരീക്ഷ നന്നായിട്ട് എഴുതണം എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ വീട്ടിലുള്ളവർക്ക്. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്കും അതെ, മറ്റുള്ളവർക്കും അതെ. അവരുടെ വീട്ടുകാരുടെ അപ്പോൾ അവസ്ഥ ഒന്നും ചിന്തിക്കാനില്ല. ആരും അത്രത്തോളം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അവരില്ല ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് ആ ഒരു വീട്ടിൽ. നമ്മുടെ വീട്ടിലിപ്പോൾ ആണെങ്കിലും ഒരാൾ ഇല്ലാതെ വരാൻ നേരത്ത് അവരുടെ കുറവെന്താണെന്ന് അറിയുള്ളൂ. ഇതിപ്പം ലോറി ഓടിച്ച ആളെ നമുക്ക് വലുതായിട്ട് കുറ്റം പറയാനും പറ്റില്ല. ആ ഒരു റോഡ് അങ്ങനെയാണ്. ആ റോഡിൽ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹവും ശ്രദ്ധിക്കണമായിരുന്നു. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളതാണ്, സ്കൂൾ കുട്ടികൾ വരുന്ന ഒരു ഏരിയയാണ്. ചിലപ്പോൾ സ്പീഡ് കൂടിയോ. സ്പീഡ് കൂടാൻ നേരത്ത് അതാണ് പറയുന്നത്, അധികാരികളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ നേരത്ത് ഇറങ്ങും. പക്ഷെ അതിന് ഇനിയിപ്പോ ചിലപ്പോൾ ഒരു പക്ഷേ നിയമങ്ങൾ കുറച്ച് കടുപ്പിക്കും, കുറച്ച് ദിവസത്തേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കടുപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അപകടം വരും. ഇത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തേലും ഒരു പരിഹാരമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ എക്സാം എഴുതാൻ പോകുന്നതിനിടയിലോ എന്താ പറയാ, പ്രതീക്ഷിക്കാതെ എന്തേലുമൊക്കെ ആയിരിക്കും നടക്കുക. അതുകൊണ്ട് എന്തേലുമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപകട മേഖലയാണ്, ഇതിപ്പോൾ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പൊതുവേ ഇപ്പം കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഇപ്പോൾ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത്, നമ്മൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ളത്, അത് നമ്മൾ എന്തിനാണ് അമിത വേഗതയിൽ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത്. മാത്രമല്ല സ്കൂൾ വിട്ടു വരുന്നൊരു സമയത്തും, സ്കൂൾ ടൈമിൽ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവെ സ്കൂളിന്റെ പരിസരങ്ങളിലൊന്നും ഓടിക്കാറില്ല. ആ ഒരു ടൈമിൽ കുറച്ച് നേരത്തേക്ക് വണ്ടി ഓടിക്കാതെ തന്നെ ഇടുവാണ് ഇങ്ങനെ ലോഡും കൊണ്ട് പോകുന്ന വാഹനങ്ങളൊക്കെ. അപ്പോൾ സ്കൂൾ ടൈമും കൂടെയാണ്, കുട്ടികളെല്ലാം ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതനുസരിച്ച് ഇനി അഥവാ പോയെങ്കിൽ തന്നെ അത് വേഗത കുറച്ച് പോകാന്നുള്ളത്, അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് അപകടത്തിനൊരു കാരണം എന്ന് പറയുന്നുണ്ട്. വളരെ തെന്നുന്ന രീതിക്ക്, ഒരു മഴ പെയ്തു കഴിഞ്ഞാലൊക്കെ തെന്നി പോകുന്ന, സ്ലിപ്പായിട്ട് പോകുന്ന രീതിക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിലുണ്ടായ ആക്സിഡന്റിൽ അതും ഇതിൽ സ്ലിപ്പായി അങ്ങ് പോകുമായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവരുടെ വാഹനത്തിന്റെ പഴക്കവും വാഹനം ഓടിച്ച ആളുടെ എക്സ്പീരിയൻസ് കുറവും മൊത്തത്തിൽ സ്പീഡിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി റോഡിൻ്റെതും നമ്മൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിൽ കുറെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് ഒരു പ്രധാന കാരണമെന്ന്. അതിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു ഇപ്പൊ ആളുകള് പ്രതിഷേധം ഉണ്ടാക്കിയത് ഈ ഒരു പ്രശ്നത്തില്. അത് നമുക്ക് റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം നല്ല രീതിയിലാണ് റോഡെന്ന്. അതെ, ദേശീയപാതയായിട്ടും എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ വൈകിയെന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇത് ഇന്നല്ല, ഇതിനു മുമ്പും ഒരബദ്ധം ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ നേരത്ത് അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനകത്ത് 26 അപകടങ്ങൾ ആ ഒരു പ്രദേശത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്.
മരിച്ചത് 12 പേര്, പരിക്കേറ്റവര് 146 പേര് ഈ ഒരു പ്രദേശത്ത് മാത്രമായിട്ട്. അവിടെ ക്രാഷ് പ്രോൺ ഏരിയ എന്നൊരു സിഗ്നൽ ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത്രയും മാത്രം ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടെ. അവിടെയാണ് ഇത്തരത്തിലൊരു അശാസ്ത്രീയമായ രീതിയിലുള്ളൊരു റോഡുണ്ട് ഉള്ളത്, തെന്നാൻ പാകത്തുള്ള ഒരു റോഡുള്ളത്, തൊട്ടടുത്തായിട്ട് സ്കൂളുള്ളത്, കുട്ടികളുള്ളത്. അപ്പോൾ അതെ, സ്ഥിര അപകട മേഖല ആയിട്ടും അവിടെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല, അധികൃതർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നൊക്കെ ഉള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതിനൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ അവരെന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും, കുറച്ച് ദിവസത്തേക്ക് നിയമങ്ങൾ ഘടിപ്പിക്കുകയും ചെയ്യും. എല്ലായിടത്തും കേരളത്തിൽ ഒട്ടാകെ ഹെൽമറ്റ് വെക്കാത്തതിനും വാഹനം അമിത വേഗത്തിൽ പോകുന്നതിനും ഒക്കെ നിയമങ്ങൾ ഘടിപ്പിക്കും. പക്ഷെ അതിനും വേണ്ട രീതിക്ക് വേണ്ട സമയത്ത് ചെയ്യാത്തതിന്റെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതെ, അതുകൊണ്ടാണ് അല്ലാതെ പറയുന്നുണ്ട് ഈ ഒരു റോഡ് ചാറ്റൽ മഴയത്ത് പോലും വാഹനങ്ങൾ തെന്നി മറിയുന്നത്, നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുന്നതും പതിവായിട്ടുള്ള ഒരു സ്ഥലമാണ്. പലയിടത്തും അപകട മുന്നറിയിപ്പ് ബോർഡുകളില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പനയമ്പടത്ത് വളവിൽ ബോർഡ് വെച്ചിരുന്നു. ഈ ബോർഡിന് മുന്നിലാണ് ഇന്നലെ അപകടമുണ്ടായി കുട്ടികൾ മരിച്ചത്. അപ്പോ എന്താണ്, റോഡ് പോലും ഒരു ചെറിയൊരു മഴ വന്നാൽ പോലും തെന്നി വീഴുന്ന കണക്കത്തെ ഒരു റോഡ്, അവിടെയൊക്കെയാണ് ഈ ഹെവി വണ്ടി വരുന്നത്, അപകടം ഉണ്ടാവുന്നത്. അതെ, നമ്മൾ എന്ത് വിശ്വാസത്തിന്റെ പുറത്തെ ഇത്തരം റോഡുകളിലൂടെ യാത്ര ചെയ്യും ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രതിഷേധം അത്രയും കടുപ്പമായത്. അതെ, ജനങ്ങള് അവർ പറയുന്നത് 4 വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്ത ലോറി അപകടത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധം ഉയർത്തി നാട്ടുകാര് റോഡ് ഉപരോധിച്ചു. ഇന്നലെ എല്ലാവരും കണ്ടാണ്, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയ ശേഷം വാഹനം കടത്തിവിടാൻ പോലീസ് തുനിഞ്ഞപ്പോൾ ജനം എതിർത്തു. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അപകടത്തെയും പ്രതിഷേധത്തെയും തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അശാസ്ത്രീയമായി റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടം പതിവാകുന്ന ദുബായ് കുന്ന് മുതൽ പനയമ്പാടം വരെയുള്ള റോഡ് പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നും വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കൈവരികളോട് കൂടിയ നടപ്പാത നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു. റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു. പറയുന്നത് നമുക്ക് റോഡിന് വേണ്ട, ഇതൊക്കെ നേരത്തെ തൊട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല. ഇതൊക്കെ ഒരു പക്ഷെ നേരത്തെ ഇതിനൊക്കെ ഒരു മുൻകൈ എടുത്തിരുന്നെങ്കിൽ, അധികൃതർ ഇതിനൊക്കെ ഒരു മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഈ 4 കുട്ടികള് മരണത്തിലോട്ട് പോവില്ലായിരുന്നു. കാര്യം റോഡ് ഇത്രയും സ്ലിപ്പ് ആവുന്നിടത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഡ്രൈവർമാരെയും വാഹനം ഓടിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ വാഹനത്തിന്റെ സ്പീഡിന്റെയും ഇതൊക്കെ പരിഗണിക്കണം. സ്പീഡ് കൂട്ടി വന്നെങ്കിൽ ഉറപ്പായിട്ട് അത് അവരെ തന്നെ കുറ്റം പറയണം. പക്ഷെ എന്നാൽ കൂടി പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയില്ല. അധികൃതരുടെ ഫുൾ തെറ്റ് അവരുടേതാണെന്നും പറയാൻ പറ്റൂല. എല്ലാം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഉഗ്ര ശബ്ദം കേട്ട് നടുങ്ങി പരിസരവാസികളുടെ കുറച്ച് അവരെ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇന്നലെ റോഡിൽ നിന്നും വൻ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം കണ്ടത് പൊടിപടലം. സിമന്റ് ലോറി മറിഞ്ഞുണ്ടായ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുട്ടികളെ കുറിച്ചുള്ള ആശങ്കയായി. സ്ഥിരം അപകട മേഖലയായി ഈ പ്രദേശത്ത് മുമ്പും പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ദാരുണമായ ആദ്യമായാണെന്ന് പരിസരവാസികൾ പറയുന്നു. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയ രക്ഷകർത്താക്കൾ സമീപത്തുണ്ടായിരുന്നു. വിവരമറിഞ്ഞതോടെ ഇവരെല്ലാം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. എത്ര പേരാണ്, ആരൊക്കെയാണ് ലോറിക്കിടയിൽ കുടുങ്ങിയതെന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും. കൂടുതൽ കുട്ടികൾ അടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന സംശയമായിരുന്നു രക്ഷാപ്രവർത്തകർക്ക്. ലോറി ഉയർത്തിയ ശേഷമാണ് കൂടുതൽ പേർ ഇല്ലെന്ന് സ്ഥിരീകരിച്ചത്. അപകടത്തിന് പിന്നാലെ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും എന്ന് കരുതുന്ന 2 പേർ സമീപത്തെ വീട്ടിലെത്തി വെള്ളം കുടിച്ച് സ്ഥലം വിട്ടതായി പ്രദേശവാസികളായ വീട്ടമ്മമാർ പറഞ്ഞു. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനായി പോയി. കുറച്ചുപേരൊക്കെ തല ഇറങ്ങി സംഭവ സ്ഥലത്തുണ്ട്, കാഴ്ചക്കാരില്. അങ്ങനെയൊക്കെ അവരുടെ കുറെ കുട്ടികളുടെ മാതാപിതാക്കളും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടിയിട്ടാണ് ഈ വാഹനം ഉയർത്തുകയും അതിനടിയിൽ വേറെ കുട്ടികളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിൽ നിന്നാണ് ഒരു കുട്ടിയെ കിട്ടിയതെന്ന്. അത്രയും മാത്രം സ്പീഡിന് വന്ന് ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മുകളിലേക്കായിരുന്നു വണ്ടി വീഴുകയും ചെയ്തിരുന്നത്. ആ ഒരു ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രമാത്രം തീവ്രമായ ഒരു അപകടമായിരുന്നു അതെന്ന്. വാഹനത്തിന്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. സോ
സോ അതിന്റെ അടിയിൽ ഒരു കുട്ടി കിടക്കാന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായത്. എന്തായാലും അങ്ങനെ ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എല്ലാ ന്യൂസുകളിലും ഉള്ളത്. കേരളക്കാരെ എല്ലാവരും വായിക്കുന്ന ന്യൂസ് 4 കുട്ടികളുടെ മരണം. അതുപോലെ തന്നെയാണ് വേറൊരു ന്യൂസും ഇതുപോലൊരു മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. അതും ഇന്നലെ തന്നെ ഉണ്ടായ കോയമ്പത്തൂരിലെ വാഹനാപകടമാണ്. അതും ഒരു വാഹനാപകടം അല്ലേ? അതെ അതെ. രാവിലെ തന്നെ ഇങ്ങനെ ഒരു സങ്കടം തോന്നുന്ന വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പോവും. ഇതിപ്പോ വാർത്തയല്ലേ, വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ നമുക്കൊരു സങ്കടം, നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും, ഇനി എന്താ വരാൻ പോവുക, നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങാൻ തന്നെ പേടിയാവും. അതെ, ഒരു മനുഷ്യന്റെ നമ്മുടെ കാര്യത്തിൽ പോലും ഒന്നിനും ആർക്കും ഒരു ഉറപ്പില്ലാത്ത രീതിക്കാ പോകുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് മതി അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് 2 ദിവസം മുന്നേ ആണെങ്കിൽ വേറൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊബിഷൻ പീരീഡ് എന്ന രീതിയിൽ കൊടുത്തതിന് ശേഷം ഒരു 2-3 മാസത്തേക്ക് വാഹനം ഒന്ന് ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങി ഓടിച്ചതിന് ശേഷം മാത്രമേ നിയമപരമായിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടൂ എന്നൊരു സാധനം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ നല്ല നല്ല നിയമങ്ങൾ വരട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വണ്ടി ഓടിക്കട്ടെ. ഇപ്പൊ ലൈസൻസ് കിട്ടാൻ വളരെ ഈസിയാണ്. ലൈസൻസ് പീരീഡിൽ മാത്രം വാഹനം ഓടിച്ചിട്ട് അവർക്ക് ലൈസൻസ് കിട്ടും. പിന്നീട് ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വീണ്ടും റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഒന്നും അറിയാത്തവരുടെ മുകളിലേക്ക് വണ്ടി കൊണ്ട് കയറ്റുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരട്ടെ അല്ലേ? അതെ. എന്തായാലും കോയമ്പത്തൂരിലെ വാഹന അപകടം നോക്കാം. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 3 മലയാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതെന്താണ് ആ ഒരു ന്യൂസ്? വാളയാർ സേലം ദേശീയപാതയിൽ മധുരക്കര എൽ&ടി ബൈപ്പാസിൽ കാറിൽ ലോറി ഇടിച്ച് 2.5 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. പത്തനംതിട്ട ഇരവിപേരൂർ നെല്ലാട് കുറ്റിയിൽ വീട്ടിൽ ജേക്കബ് എബ്രഹാം 64 വയസ്സാണ്. ഭാര്യ ഷീബ ജേക്കബ് 55 വയസ്സാണ്. അലീനയുടെ മകൻ ആരോൺ, അത് 2.5 മാസമുള്ള കുട്ടിയുടെ പ്രായം, എന്നിവരാണ് മരിച്ചത്. അലീനയെ ഗുരുതര പരിക്കുകളോടെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. അലീനയ്ക്ക് നഴ്സിംഗ് സംബന്ധമായ പരീക്ഷ എഴുതാൻ ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ജേക്കബും കുടുംബവും. പുലർച്ചെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ജേക്കബാണ് വണ്ടി ഓടിച്ചത്. 11 മണിയോടെയാണ് ബൈപ്പാസിൽ ബോഡിപ്പാളയം കവലയ്ക്ക് സമീപത്തെത്തിയപ്പോൾ എതിരെ വാളയാർ ഭാഗത്തേക്ക് വന്ന പാഴ്സൽ ലോറി ഇടിക്കുകയായിരുന്നു. എന്തായാലും മാതാപിതാക്കളെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു അവർക്ക്. അലീനയ്ക്ക് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം പരീക്ഷ എഴുതുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെയും ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടുകാണുമായിരിക്കും. പത്രങ്ങളിലും ഉണ്ട്. അതുപോലെ എല്ലാ പത്രങ്ങളിലും മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ ഈ ഒരു അപകടം കൊടുത്തിട്ടുണ്ട്. ന്യൂസും അപ്പൊ തന്നെ പോയിട്ടുണ്ടാകണം. എന്താ പറയല്ലേ? അത് രാവിലെ തന്നെ ദുരന്തങ്ങളാണ് മുഴുവനും. നമ്മൾ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപകടങ്ങളും ഓരോരുത്തരുടെ ജീവൻ പോകുന്നതും കുട്ടികളുടെ ആയിട്ടാണേലും മുതിർന്നവരുടെ ആയിട്ടാണേലും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടപ്പോഴാണ് ഈ ഒരു പത്രത്തിൽ തന്നെ, ദീപികയുടെ പത്രത്തിൽ തന്നെ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാമെന്നാണ്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കർശന നടപടി ഗതാഗത മന്ത്രി. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്, വാഹനം ഓടാതെ റോഡ് വളച്ചു കെട്ടി സമ്മേളനം നടത്തുന്ന കലാപരിപാടി പ്രോത്സാഹിപ്പിക്കാമോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, CPM വേദിയുടെ കൊള്ളാം. റോഡിൽ പാർട്ടി വേദി നേതാക്കളെ എന്തിനു ഒഴിവാക്കി, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി അടുത്ത ന്യൂസിലോട്ട് പോയി. ഈ ന്യൂസിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം എന്താ പറയാ, ഇതൊക്കെ അങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അധികൃതർ അതിൻ്റെതായ രീതിക്ക് ഈ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാവാൻ നേരത്ത് നടപടികളുമായിട്ട് വരാതെ അതിന് കൃത്യമായിട്ട് ഒരു നടപടി എടുക്കുക, വേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളതേ. അല്ലാതെ അടുത്തത് പറഞ്ഞാൽ CPM സമ്മേളനത്തിന്റെ റോഡിൽ ഒരു കാർട്ടൂൺ പറഞ്ഞതുപോലെ തന്നെ ആ വേദിയുടെ കാര്യത്തിന്റെ അതിന്റെ ഒരു രൂക്ഷ വിമർശനവുമായിട്ട് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. നമ്മൾ അതിന്റെ മുന്നേ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു, അന്ന് CPM-ന്റെ ഞാൻ തോന്നുന്നു പാളയം റോഡിൽ വെച്ചിട്ട്
ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വേദി ഉണ്ടാവുകയും അവരവിടെ എന്താണ് പ്രസംഗിക്കുകയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും റോഡ് തടഞ്ഞു നിർത്താൻ പറ്റില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷെ ഇവിടെ അവര് അതിനും എതിരായിട്ടാണ് നിൽക്കുന്നത്. എന്തും അധികൃതർക്ക് എന്തും ആവാം എന്നുള്ളൊരു ഇതാണ് ഇത് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം തന്നെ കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? പോലീസിന്. പോലീസുകാർ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അത് വായിക്കുന്നു. CPM പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിന് വഞ്ചിയൂരിൽ റോഡിന് കുറുകെ സ്റ്റേജ് നിർമ്മിച്ച് ആലോചിക്കൂ, റോഡിന് കുറുകെ സ്റ്റേജ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മരട് സ്വദേശി N പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചത്. മുൻ നിർദ്ദേശപ്രകാരം കോടതിയിൽ ഹാജരായ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ SHOയുടെ യോഗത്തിൽ പങ്കെടുത്തവരുടെയും വേദിയിലിരുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ തിങ്കളാഴ്ചയ്ക്കകം ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു. സംഭവത്തിൽ SHO സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കോടതി ആരാഞ്ഞു. FIR രജിസ്റ്റർ ചെയ്തതായി SHO പരാമർശിച്ചപ്പോൾ FIRൽ ഉൾപ്പെടുത്തിയ പ്രത്യേക വകുപ്പുകളിൽ ബെഞ്ച് വിശദീകരണം തേടി. റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടിയത് പോലീസ് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കോടതി സ്റ്റേജിൽ ഇരുന്നവർക്ക് എതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതെന്നും പരിപാടിക്ക് വന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതും എന്താണെന്നും ആരാഞ്ഞു. സ്റ്റേജിൽ പോലീസുകാർ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്ന എല്ലാരും അറിഞ്ഞു, പത്രങ്ങൾ ഒരു സ്റ്റേജ്. എന്നിട്ട് പോലീസുകാർ അറിഞ്ഞില്ല എന്നൊരു പോലീസുകാർ അറിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണോ അത്? അപ്പം സ്റ്റേജിലിരുന്നവർക്ക് എന്താ, റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടിയത് പോലീസ് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച കോടതി സ്റ്റേജിലിരുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തതെന്നും പരിപാടിക്ക് വന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതെന്നാണെന്നും ആരാഞ്ഞു. വാർത്താ ചാനലുകളിലെ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും ഇതൊന്നും അറിയാത്തവരാണോ? ഇത്രയും വലിയ അധികാരികളും രാഷ്ട്രീയക്കാരും ഒക്കെ കേരളം ഭരിക്കുന്നവരാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഇപ്പൊ നിർദ്ദേശം എന്ന് വെച്ചാൽ അവർക്കെതിരെയും കേസ് എടുക്കണമെന്ന് തന്നെയല്ലേ. അവരുടെ വാഹനവും ഈ അവിടെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മാത്രം ബുദ്ധിമുട്ടാണ്. റോഡിന്റെ നടുക്ക് തന്നെയായിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മളൊരു ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഇങ്ങനെ വളരെയധികം വിഷമിച്ച് ഇങ്ങനെ ബസ്സില് ഓട്ടോയിൽ ഇങ്ങനെ അവർക്ക് ടൈം വൈകി, ഇറങ്ങി വേണം പോവാൻ, ആംബുലൻസിന് നേരെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ് അത്. ശരിയല്ലേ, നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റൽ കേസ് ആരെങ്കിലും അത്യാസന്ന നിലയിൽ ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം ഇത്തരത്തിലൊരു റോഡിന് നടുക്കൊക്കെ സ്റ്റേജൊക്കെ കെട്ടി പരിപാടികൾ നടത്താൻ നേരത്ത് പൊതുവെ വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ആവും. ഈ വാഹനങ്ങളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ആംബുലൻസുകാർക്കാർ ആംബുലൻസ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും? അവർക്ക് പോകാനാണെങ്കിൽ ഒരു വഴി അതനുസരിച്ച് വേണമല്ലോ. ഇനിയിപ്പോൾ സൈഡ് കൊടുക്കാനാണെങ്കിൽ തന്നെ ആംബുലൻസ് ഇത് എത്ര വേഗത്തിൽ അങ്ങ് എത്തും? നമ്മൾ ബ്ലോക്കിൽ കിടന്ന് പയ്യെ നിരങ്ങി അങ്ങ് എത്തുമ്പോൾ ആളുടെ ജീവനാണ് അപകടം. ഇപ്പൊ ഏത് പാർട്ടിയുടെ ആയാലും അവർക്ക് റോഡിൽ വന്ന് ഇതിപ്പോ കാണാൻ ആൾക്കാരില്ലെന്ന് വിചാരിച്ചിട്ടാണോ റോഡിന്റെ നടുക്ക് പരിപാടി നടത്തുന്നതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ആണെങ്കിൽ കൂടി അങ്ങനെ നടത്താതിരിക്കുക. ഏത് പാർട്ടിയാണെങ്കിലും അതിന് നമുക്ക് ഓഡിറ്റോറിയങ്ങളുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് ഓരോരോ കെട്ടിടങ്ങളൊക്കെ ഇല്ലയോ, സ്ഥാപനങ്ങളുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ നടത്തൂ. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം. ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് മാത്രം പറയരുത്. അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പരിപാടികൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും. ഇതിപ്പോ ഈ പാർട്ടിയുടെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ആഘോഷ കാര്യങ്ങൾ, ഇപ്പോൾ അമ്പലത്തിന്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും ഒക്കെ ഘോഷയാത്രകളും അതുപോലെ തന്നെ പള്ളി പ്രദക്ഷിണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഈ റോഡിലൂടെ തന്നെ പോകേണ്ടതുണ്ട്. ഒരുപാട് സാധനങ്ങളും ഇൻസ്ട്രുമെന്റ്സും പരിപാടികൾ ആഘോഷങ്ങളായിട്ട് പോകുന്ന അതിൽ പോലും നമ്മൾ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്താത്ത രീതിക്കായിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അധികാരികൾക്ക് ഇത് നോക്കിയാണ്ട് ചെയ്തുകൂടാന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ പൗരന്മാരെ സംബന്ധിച്ച് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് അങ്ങനെയൊന്നും നോക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്, അതും റോഡില്. അപ്പൊ പോലീസുകാരും ഇത് ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പൊ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് അവർ കേട്ടിരിക്കുന്നത്.
ഇനിയെങ്കിലും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണെങ്കിൽ പറയുന്നത് അതിനൊരു നിയന്ത്രിക്കുക, നല്ല രീതിയിൽ റോഡ് നിയന്ത്രിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലേക്ക് അത് മാറ്റുക. വാർത്താ ചാനലുകളിലെ വീഡിയോ ക്ലിപ്പുകൾ അവലോകനം ചെയ്യുന്നതിനിടെ ഇരുവരിപ്പാതയുടെ ഒരു വശത്ത് സ്റ്റേജ് സ്ഥാപിച്ചത് വാഹന ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും തടസ്സം സൃഷ്ടിച്ചതായും സീബ്ര ക്രോസിംഗ് തടഞ്ഞതായും ബെഞ്ച് നിരീക്ഷിച്ചു. എല്ലാത്തിനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ പി ബാബുവിനോട് സ്റ്റേജ് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ലെന്ന് SHO കോടതിയെ അറിയിച്ചു. ഇക്കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയെ അറിയിച്ചിട്ടില്ലെന്നും SHO സമ്മതിച്ചു. ഇനി ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. മുൻകൂർ അറിയിപ്പ് കൂടാതെ പൊതു ഇടങ്ങളിലെ ഇത്തരം ഘടനകൾ നീക്കാൻ സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന കേരള മുനിസിപ്പാലിറ്റീസ് ആക്ടിലെ പ്രസക്തമായ വ്യവസ്ഥകൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർവീസ് സംഘടനകളുടെ ജോയിന്റ് കൗൺസിൽ സംഘടിപ്പിച്ച ധർണയ്ക്കായി ഫുട്പാത്തിലും റോഡിന്റെ ഒരു ഭാഗത്തും ചുവന്ന പരവതാനി വിരിച്ച് കസേരകൾ വിരിച്ച് സമാനമായ സംഭവം കോടതി എടുത്തു പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ ഈ ചുവപ്പ് വെച്ചോളൂ, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിക്ക് തടസ്സങ്ങളില്ലാത്ത രീതിക്ക് ചെയ്യാന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ നേരത്തെ നടന്നൊരു സമാനമായിട്ടുള്ളൊരു സംഭവത്തിനെയും കൂടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ ഈ സ്റ്റേജിന്റെ കാര്യം കൂടെ വന്നേക്കുന്നത്. എന്തായാലും വലിയൊരു രൂക്ഷ വിമർശനമായിരിക്കുമാണ് എല്ലാവരും തടസ്സം ഉണ്ടാക്കിയത്. നമുക്ക് ഇസ്രയേലിലേക്ക് പോവാം. അവിടെ എന്താ നടക്കുന്നത്? ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് 145 പേരെ. മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും അപകടകരമായ രാജ്യം പലസ്തീൻ. നമുക്ക് ന്യൂസ് എന്താ നോക്കാം. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഭയാനകമായ തീവ്രത വെളിപ്പെടുത്തി റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ റിപ്പോർട്ട്. ഇറാഖ്, സുഡാൻ, മ്യാൻമർ, ഉക്രൈൻ, ഗാസ എന്നിവിടങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ ഈ വർഷം 54 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ 31 പേർ ആക്രമിക്കപ്പെട്ടത് സംഘർഷ മേഖലകളിലാണ്. ഈ സംഘർഷ മേഖലകളിൽ പോയി ന്യൂസ് എടുക്കുന്ന, കവർ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടേഴ്സിനെയൊക്കെ കൊല്ലപ്പെടുത്തുകയാണ്. അതില് 145 പേര്. ആ ഒരു കണക്ക് ഞെട്ടിക്കുന്നതാണല്ലേ. അതെ. ന്യൂസ് ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ധാർമ്മികത്വം നമ്മുടെ റിപ്പോർട്ടേഴ്സിനുണ്ട്. അതെ. ഇപ്പൊ മറ്റുള്ളവര് ഏതെങ്കിലും വാർത്തകൾ കാണുമ്പോൾ ചിലപ്പോൾ പൊതുവെ ജനങ്ങൾ ചോദിക്കും, എന്തിനാ നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതുപോലെ തന്നെ അവര് പറയുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾ ആ സമയത്ത് എവിടെയായിരുന്നു, ഞങ്ങൾക്ക് ക്ലിപ്പൊന്നും അല്ല വീഡിയോസ് ഒന്നും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ന്യൂസ് ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോ റിപ്പോർട്ടേഴ്സ് അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ന്യൂസ് കിട്ടത്തുള്ളൂ, എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്ന് നമുക്കിപ്പോൾ ഫോണിലാണെങ്കിലും TV-യിലാണെങ്കിലും വാർത്തകൾ അപ്പോൾ അറിയണമെങ്കിൽ, പത്രങ്ങളിലാണെങ്കിലും കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കുറേ മാധ്യമ പ്രവർത്തകർ ഇതിന്റെ പിന്നാലെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ നടക്കുന്നത്. അവർ ഒരു സ്ഥലത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് ഒരുറപ്പും ഇല്ല തിരിച്ചു വരുമെന്ന്. കാര്യം ഇതുപോലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരുറപ്പും ഇല്ലാതെ പോകുന്നത്. അങ്ങനെ പോയി വാർത്തകൾ എടുക്കുന്നവർക്ക് നിങ്ങൾക്കൊരു പണിയില്ലേന്ന് ചോദിക്കുന്ന ഒരു കുറെ ജനങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പോയ കുറെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ കൂടെ ഉൾപ്പെടുത്തിയുള്ള കാര്യമാണിത്. ഇത്രയും പേര് 145 പേരോളം ഇല്ലാതായത്. ഇസ്രയേൽ വംശഹത്യ തുടരുന്ന ഗാസയാണ് മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും അപകടകരമായ പ്രദേശം. 2024 ഗാസയിൽ 30% മാധ്യമപ്രവർത്തകർ ജോലിക്കിടെ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സൈന്യം ബോധപൂർവം നടത്തിയ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതായത് ബോധപൂർവം നടത്തിയ ഒരു ആക്രമണം, അതിൻ്റെ അകത്ത് മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു അപകടം, അതിൽ അവരുടെ ജീവൻ നഷ്ടമാകുന്നു. കാര്യം മാധ്യമപ്രവർത്തകരാണല്ലോ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്താ സംഭവിക്കുന്നത് അവരുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർ അറിയുള്ളൂ. അപ്പൊ അവരില്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂടി വെക്കാൻ കഴിഞ്ഞാലോ എന്നൊരു ലക്ഷ്യമായിരിക്കണം. അതെ. ഇസ്രയേൽ അധിനിവേശത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന പലസ്തീൻ ഏറ്റവും അപകടകരമായ രാജ്യമായും കണക്കാക്കപ്പെടുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചു കഴിഞ്ഞ് 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് പലസ്തീനിലാണ്. 2023 ഒക്ടോബർ മുതൽ 145 മാധ്യമപ്രവർത്തകർ പലസ്തീനിൽ കൊല്ലപ്പെട്ടു. ഇവരിൽ 35 പേരെ ഇസ്രയേൽ സൈന്യം ജോലിക്കിടെയാണ് കൊല്ലപ്പെടുത്തിയത്. അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം അവരുടെ ഡ്രസ്സിലോ അങ്ങനെ എന്തെങ്കിലും പ്രസ്സാണെന്ന് എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ജോലിക്കിടെ കൊലപ്പെടുക എന്നത്. അതെ. അപ്പം ഇനി നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്തത് തന്നെ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്. അഭയാർത്ഥികളെ തിരികെ എത്തിക്കുമെന്ന് മുഹമ്മദ് അൽ ബഷീർ. ഓക്കെ. വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായ ഇസ്രായേൽ സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളെ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ഭീകരരുടെ കൈവശം എത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നും IDF കൂട്ടിച്ചേർത്തു. 2 നാവിക കേന്ദ്രങ്ങളിലായി 15 നാവികസേന കപ്പലുകൾ, വിമാനവേധ മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി IDF അവകാശപ്പെട്ടു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ മാറിപ്പാർപ്പിച്ചു. ബാഷർ അൽ അസദിന്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതായത് പറഞ്ഞു തരുന്നത് അഭയാർത്ഥികളെ തിരികെ എത്തിക്കുമെന്ന് മുഹമ്മദ് അൽ ബഷീർ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇറാൻ നേതൃത്വം നൽകുന്ന ന്റെ ആദ്യതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി അറിയിച്ചു. ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തിന്റെ സുരക്ഷാ സേനയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിതാവും സിറിയയുടെ മുൻ പ്രസിഡന്റുമായ ഫാഫിക്സ് അൽ അസദിന്റെ ശവകുടീരം വിമത അഗ്നിക്കിരയാക്കി. ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇന്നലെയൊക്കെ ചർച്ച ചെയ്തായിരുന്നു, അഗ്നിക്കിടയാക്കി എന്നുള്ളത്. ബാഷർ അൽ അസദിന്റെ അച്ഛൻ മുൻ പ്രസിഡന്റായിട്ടുള്ള ഹാഫിസ് അൽ അസദിന്റെ ശവകുടീരം വിമതർ അഗ്നിക്കിരയാക്കിയ കാര്യമൊക്കെ. വടക്കൻ സിറിയയിലെ കർദാഹയിലെ സ്ഥിതി ചെയ്യുന്ന ശവകുടീരമാണ് വിമതർ തകർത്തത്. രാജ്യത്തിന് പുറത്ത് കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാനും എല്ലാ പൗരന്മാരെ രക്ഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു. സംരക്ഷിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആക്രമണം ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാരണങ്ങളിൽ ഇതിനൊരു അവസാനമില്ലാത്ത രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനിയും വരാനിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഓരോ ദിവസവും ഓരോന്നാണ് വാർത്തകൾ പുറത്തോട്ട് വരുന്നത്. ഇത്തരത്തിൽ വാർത്തകൾ നമുക്ക് പുറത്തോട്ട് തരുന്നവരെയാണ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. വേറൊരു ന്യൂസ് നമുക്ക് നോക്കാം ഇനി. വൈക്കത്ത് നവീകരിച്ച തന്തേ പെരിയാർ സ്മാരക മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വേറൊരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു ദിവസത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ കണ്ടുമുട്ടുന്നു. എന്തിനാണ്? മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ വൈക്കത്തുള്ള നവീകരിച്ച തന്തേ പെരിയാർ സ്മാരക മ്യൂസിയത്തിന്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനത്തിന്റെ ആ ചടങ്ങിൽ വെച്ചിട്ട് ആ കാര്യം കൂടി ഡിസ്കസ് ചെയ്യുമെന്നായിരുന്നു. അപ്പോൾ അത് ഇന്നലെയാണെന്നാണ് എനിക്ക് വിശ്വാസം. അത് നമുക്ക് ന്യൂസ് നോക്കുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ. അപ്പൊ ഇന്നലെ അതങ്ങനെ തുറന്നിരിക്കുകയാണ്. അതിന്റെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടുമുട്ടിയതും വലിയൊരു വേദി ഒരുങ്ങിയായിരുന്നു അതിനു വേണ്ടിയിട്ട്. അതെ, അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ന്യൂസ് നോക്കാം അല്ലെ. സമത്വത്തിനായുള്ള പോരാട്ട വഴികളിൽ ഈടുറ്റ് സ്മാരകമായി വൈക്കത്തിന്റെ മണ്ണിൽ തന്തേ പെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സമര നായകരിൽ ഒരാളായ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാരുടെ പേരിൽ വൈക്കം വലിയ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയതിന്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർവഹിച്ചു. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥശാലയും തുറന്നുകൊടുത്തത്. ഓക്കെ. മുഖ്യ കവാടത്തിൽ സഹകരണം, ദേവസ്വം, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി EV വേലു, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രി MV സ്വാമിനാഥൻ, ദ്രാവിഡ കഴകം നേതാവ് K വീരമണി,
DCK നേതാവ് തിരുമാവളവൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിമാരെ സ്വീകരിച്ചു. AS പനീർശെൽവം എഴുതിയ കരുണാനിധിയെ ലൈഫ് അടക്കമുള്ള പുസ്തകങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത്. മന്ദിര ഉദ്ഘാടനത്തിന് ശേഷം കുറേ ദൂരം നടന്ന MK സ്റ്റാലിൻ വഴിയോരത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് വാഹനത്തിൽ വൈക്കം ബീച്ചിലെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ ഇരു മുഖ്യമന്ത്രിമാരും വൻ കരഘോഷത്തോടെയാണ് വരവേറ്റത്. ഓക്കെ, അതിന്റെ ചർച്ചയും നടന്നിട്ടുണ്ടാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പോ ഈ ഒരു വാർത്തയിൽ അത് മെൻഷൻ ചെയ്തില്ല. കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് സത്യാഗ്രഹത്തിന് പങ്കെടുത്തിരുന്ന ഒരാളുടെ സ്മാരകത്തിന്റെ പുഷ്പാർച്ചന നടത്തുകയും ഗ്രന്ഥശാലയും സ്മാരക മ്യൂസിയവും ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആ ഒരു വാർത്തയാണ് ഇത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു മുല്ലപ്പെരിയാർ വിഷയവും ഇവര് പരാമർശിച്ചിട്ടുണ്ടാവണം അല്ലേ? രണ്ടുപേരും കണ്ടോട്ടിയല്ലേ അറ്റകുറ്റപ്പണിക്കുള്ള അനുമതി നൽകി എന്നുള്ള രീതിക്കല്ലേ? അതെ. അപ്പൊ എന്തായാലും സ്റ്റാലിനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പത്രത്തിലൊക്കെ ഉണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പോലെ. അപ്പൊ എന്തായാലും വലിയ പരിപാടിയായിരുന്നു. അതെ. നമുക്ക് അടുത്ത ന്യൂസ് പറഞ്ഞത് അവസാനിപ്പിച്ചത് 48 വർഷത്തെ തർക്കമാണ്. വഖഫും വലിയ ചർച്ചയായി കണ്ടിരിക്കുന്നത്. വഖഫ് അവകാശവാദം തള്ളി ദുർഗാടി കോട്ട ദുർഗാക്ഷേത്രം, അതിന്റെ കാര്യമാണ് പറയുന്നത്. 48 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കല്യാണിലെ ചരിത്ര പ്രസിദ്ധമായ ദുർഗാടി കോട്ട ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ കോടതി ഉത്തരവ്. കല്യാൺ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. ഇത് പള്ളിയും വഖഫ് സ്വത്തുമാണെന്ന മജ്ലിസ് ഇ മുസ്റവീൻ മസ്ജിദ് ട്രസ്റ്റിന്റെ അവകാശവാദമാണ് കോടതി തള്ളിയത്. കേസ് വഖഫ് ബോർഡിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട അപേക്ഷകൾ തള്ളിയാണ് ജഡ്ജി AS ലഞ്ചേവാർ ഹിന്ദു സമൂഹത്തിന് അനുകൂലമായി വിധി പറഞ്ഞത്. ഇനി ഇതിന്റെ പേരിൽ എത്രത്തോളം രൂക്ഷങ്ങളും വിമർശനങ്ങളും വരുമെന്ന് അറിയില്ല. കാര്യം വഖഫ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്കാണ് ആ നിയമം. പള്ളിയും അതുപോലെ അമ്പലങ്ങളും തമ്മിൽ ഇത് മുസ്ലിംസ് പറയുന്നു അവരുടേതാണെന്ന്, ഹിന്ദുസ് പറയുന്നു അവരുടേതാണെന്ന്, ഇങ്ങനെ ഒരു തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഛത്രപതി ശിവാജിയുടെ കാലത്ത് ഹിന്ദവി സ്വരാജിന്റെ ഭരണകാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ദുർഗാടി കോട്ടയെ ചൊല്ലിയുള്ള തർക്കത്തിന് അരനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇത് മുസ്ലിം പള്ളിയാണെന്ന് അവകാശപ്പെട്ട് മജ്ലിസ് ഇ മുസ്ലിം മസ്ജിദ് ട്രസ്റ്റ് രംഗത്തെത്തിയതാണ് മസ്ജിദ് തർക്കത്തിന് കാരണമായത്. 1971 താനെ ജില്ലാ കളക്ടർ 1971 താനെ ജില്ലാ കളക്ടർ ഇത് ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ മസ്ജിദ് ട്രസ്റ്റ് താനെ കോടതിയിൽ പോയി. പിന്നീട് ഇത് കല്യാൺ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. വസ്തുവിദ്യ അനുസരിച്ചുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയാണ് ഹിന്ദു സംഘടനകളുടെ അഭിഭാഷകൻ മസ്ജിദ് കമ്മിറ്റിയുടെ വാദങ്ങളെ പ്രതിരോധിച്ചത്. ജാലകങ്ങളും വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന കൽപ്പീഠവും തെളിവായി സ്വീകരിച്ചു. നമ്മുടെ മറ്റേ മസ്ജിദിൻ്റെതും ബാബറി മസ്ജിദിൻ്റെതും ഇതുപോലെ തന്നെയല്ലേ? അതെ അതെ. ബാബറി മസ്ജിദ് ആദ്യം ഒരു പള്ളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് ഹിന്ദുക്കളുടെ അമ്പലമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത് പൊളിക്കല്ലായിരുന്നോ? ഹിന്ദുസിന്റെ അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബാബറി മസ്ജിദ് വന്നു. അതിനുശേഷം വീണ്ടും തർക്കങ്ങളായി, അത് പൊളിച്ചു, രാമക്ഷേത്രം വന്നു. അപ്പോഴും പറയുന്നത് ഈ മസ്ജിദിന്റെ അറകളിലുമൊക്കെ ക്ഷേത്രങ്ങളുടേതായ സാധനങ്ങളും കണ്ടുപിടിച്ചത് ഹിന്ദുക്കളുടെ ആണെന്നങ്ങ് പറയുമായിരുന്നു. അപ്പൊ ശരി, പക്ഷെ ആ പ്രദേശങ്ങളിലൊക്കെ ഒരു UP ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കൂടുതലും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് മസ്ജിദും ക്ഷേത്രങ്ങളും തമ്മിലുള്ള. അപ്പൊ അവിടെ കൂടുതലായിട്ടും ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് പറയുന്നത്. ജാലകങ്ങളും വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന കൽപ്പീഠങ്ങളും ഒക്കെ തെളിവായിട്ട് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അഭിഭാഷകരായ ഭാവു സാഹബത്ത് മോദർ, ബിക്കാജി സാൽവി, സുരേഷ് പട്വർദ്ധർ, ജയേഷ് സാൽവി, സച്ചിൻ കുൽക്കർണി എന്നിവർ ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരായി. അപ്പോൾ ഇങ്ങനെ ഓരോ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഹിന്ദുക്കളുടേതാണ്, അമ്പലമായിരുന്നു എന്നുള്ള രീതിക്ക് അത്. പക്ഷെ അവിടെ ഓൾറെഡി ഇപ്പൊ അവിടെ ഒരു എന്താണ് പള്ളി ഉണ്ടോ? അങ്ങനെയാണോ? അവിടെ പള്ളിയാണ്, പക്ഷെ അത് എന്താ അത് ക്ഷേത്രമാണ്. ദുർഗാടി കോട്ടയും ക്ഷേത്രവും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മൊത്തത്തിൽ. ആരും ബാബറി മസ്ജിദിന്റെ സെയിം അവസ്ഥ തന്നെ. അങ്ങനെ ആയിരിക്കണം. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം പള്ളികളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള
ചർച്ചകൾ. അതെ 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 അതെ. അവർക്ക് അത് അവരുടേതാണ് ഇവരുടേതാണെന്നുള്ള ഒരു തർക്കങ്ങളാണ് കൂടുതലും. പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ പറയുന്നു. ഇനിയും ഇതിന്റെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പാണ്. കാര്യം അവര് തർക്കിക്കുമല്ലോ, എന്തായാലും നമ്മുടേതാണ്, മറ്റവര് പറയും എന്നാലും അത് ഞങ്ങളുടേതാണ്. നമുക്ക് വേറൊരു ന്യൂസിലേക്ക് പോവാം. എന്താണ്, ഇന്നൊരു ഒരു തുടക്കമിടുന്ന ഒരു ദിവസമാണ് ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. അതെന്താണെന്നറിയോ? എന്താ, IFFK ആണോ? അതെ, IFFK തന്നെ. അപ്പൊ IFFKക്ക് ഇന്ന് തുടക്കം കുറിക്കാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ഒരു വർഷം നീണ്ടു നിൽക്കാം, അല്ല ഒരാഴ്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സിനിമാ പ്രേമികളും കഥാകൃത്തുക്കളും സംവിധായകരും എല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു 4 തിയേറ്റേഴ്സ് ആണ് ഉള്ളതെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും അവിടെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് ആയാലും പഠിക്കുന്ന ആൾക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും സിനിമാ മോഹികൾ. അതെ. അപ്പൊ എന്തായാലും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിനെ കുറിച്ചിട്ട് ഒരു ഫീച്ചർ പോലെ നമുക്ക് ജനയുഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ചലച്ചിത്രമേള പെൺമേള കൂടിയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് ആരംഭിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇത്തവണ ശ്രദ്ധിക്കപ്പെടുന്ന സ്ത്രീകളുടെ സജീവ സാന്നിധ്യം കൊണ്ടുകൂടിയാണ്. ഇന്നു മുതൽ ഒരാഴ്ച കാലം 15 തിയേറ്ററുകളാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഞാൻ 4ആയിട്ടത് ചുരുക്കി, സോറി. 15 തിയേറ്ററിലായി പ്രദർശിപ്പിക്കുന്ന 177 സിനിമകളിൽ വനിതാ സംവിധായകരുടെ 52 സിനിമകളാണുള്ളത്. അത് കൊള്ളാല്ലേ? അത്രയും മാത്രം സ്ത്രീകളും ആ ഒരു സിനിമാ പങ്കാളിത്തത്തിൽ, ആ ഒരു സംരംഭത്തിൽ പങ്കാളികളാവുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. കാരണം പണ്ടൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പുരുഷാധിപത്യം കണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറി മാറി സ്ത്രീകളും സംവിധാന രംഗത്തേക്കും രചനയിലേക്കും അവർക്ക് അതുപോലെ പ്രശംസയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല ഇനിയുമുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നു, അതിനുള്ള പ്രശസ്തി കിട്ടുന്നു, പുരസ്കാരങ്ങൾ കിട്ടുന്നു. അതൊക്കെ ഒരു ഇക്വാലിറ്റിക്ക് കൊണ്ടുവരുവാണ്. അപ്പം ഈ ചലച്ചിത്രമേളയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് 52 സിനിമകൾ, അവർ സംവിധാനം ചെയ്തിട്ടുള്ള 52 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാണ്. ഒരുപക്ഷെ IFFKയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സാന്നിധ്യം ആദ്യമായിട്ടായിരിക്കും. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സാന്നിധ്യം എന്നാണ് പറയുന്നത്. സിനിമാ ലോകത്തെ സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗൈസ് എന്ന വിഭാഗമാണ് മേളയുടെ മറ്റൊരു പ്രത്യേകത. ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ പ്രശസ്ത സംവിധായികയും തിരക്കഥാകൃത്തുമായ ആൻഹു സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ പായൽ കപാഡിയ, മേളയുടെ ക്യൂറേറ്റർ ഗോർഡ സെലം, ജൂറി അധ്യക്ഷ ആഗ്നസ് ഗോദാർത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യം മേളയുടെ സ്ത്രീപക്ഷ നിലപാടിന്റെ ഉദാഹരണങ്ങളാണ്. പായലൊക്കെ എനിക്ക് തോന്നുന്നു, പായലിന് എന്തായിരുന്നു കിട്ടിയ ദ ഓൾ വേ ഇമേജോ, സോറി ഞാൻ ഫുള്ള് മറന്നു, ലൈറ്റ് ഇമേജ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സിനിമ, എന്തോ ഒരു പ്രശസ്തി അല്ല, എന്തോ ഒരു മേളയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയില്ലായിരുന്നോ? എന്തോ കാനഡ ഫിലിം ഫെസ്റ്റിവൽ അല്ലല്ലേ? സോറി, ഇതിപ്പോ അറിയാവുന്ന ആൾക്കാർ ഞങ്ങളെ വിമർശിക്കുന്നുണ്ടാവും, ഇത്രയും കൂടി അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ടാവും. സോറി, ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പൊ പായലിന്റെ പേര് മാത്രം നന്നായിട്ട് ഓർമ്മയുണ്ട്. പായലും പിന്നെ ആ 2 കനീകുസൃതിയും മറ്റേ സ്ത്രീയുടെ പേരെന്തായിരുന്നു? പേര് ഞാൻ മറന്നു. അവരുടെയൊക്കെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ പേര് ഞാൻ മറന്നു പോകുന്നുണ്ട്. ഐ എം സോ സോറി. അപ്പൊ എന്തായാലും പായലും ഈ ഒരു ചലച്ചിത്രമേളയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ പായലിനെ പോലെയുള്ള ഒരുപാട് സംവിധായകർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ 52 ചിത്രങ്ങളാണ് ഈ വട്ടത്തെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ്. എല്ലാവരും പോയി അത് കണ്ട് അവരുടേതായിട്ടുള്ള എന്താ പറയാ കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതെ, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ചലച്ചിത്രങ്ങളിൽ ഓരോ വിശേഷങ്ങൾ, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട്. അതെ, ഇതിനു വേണ്ടിയിട്ട് മാത്രം എക്സാം ഒക്കെ നടത്തിയെടുത്തേക്കുന്നവരവര്. അതെ, യോഗ്യതയുള്ളവർ. മീഡിയ സെല്ലിന് തന്നെ ഒരു എക്സാം നടത്തിയിട്ടാണ് മീഡിയ സെല്ലിലേക്കുള്ള ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോ അത്രയും മാത്രം ഒരു സിനിമയെ പറ്റി അത്രയും അവബോധം ഉള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ളവരല്ല. നമുക്ക് താല്പര്യമുള്ളവർക്ക്, അതായത് സിനിമ മോഹികള് സിനിമാ ലോകത്തേക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനും അന്താരാഷ്ട്ര സിനിമകൾ ഇഷ്ടപ്പെടുന്നവര് ഒക്കെ ചെല്ലുക, IFFK ആസ്വദിക്കുക. സംവിധായകരെ ഇഷ്ടപ്പെടുന്നവര്. ഇപ്പൊ ഒരാൾ സിനിമ കാണുന്നത് പല പല രീതിയിലായിരിക്കും. നമ്മളിപ്പോ സ്റ്റോറി മാത്രമേ കാണുന്നുള്ളെങ്കിൽ അവരതിന്റെ ഉള്ളില്
ആ ഒരു ഡയറക്ഷൻ നോക്കും, ആ ഒരു എഡിറ്റിംഗ് നോക്കും, DOP നോക്കും. അങ്ങനെ അങ്ങനെ പല പല രീതിയിലായിരിക്കും ഓരോരുത്തർ ഓരോ രീതിയിലും ആ സിനിമയെ കാണുക. സിനിമയെ കാണുന്ന ആസ്വദിക്കുക മാത്രമല്ല അതിനെ രൂക്ഷമായി വിമർശിക്കുന്നവരുണ്ട്, സിനിമാ വിമർശകരുണ്ട്, സിനിമാ നിരൂപകരുണ്ട്. അപ്പം ഒരു സിനിമ ഇറങ്ങാൻ നേരത്ത് ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഒരുപാട് കാര്യം, ഇപ്പൊ പുഷ്പയുടെ കാര്യങ്ങൾ തന്നെ വിമർശനങ്ങളായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നു. പക്ഷെ എന്നാൽ അത് എത്ര കോടിയിൽ കയറി, 1000 രൂപ അത്രയും മാത്രം ഒരു ഇമ്പാക്ട് ഉണ്ട് ഒരു പടം. പൊതുവെ ആദ്യം ഇറങ്ങിയ സമയത്ത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു നെഗറ്റീവ്. പക്ഷെ എല്ലാവരും അത് സിനിമ കാണുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ നെഗറ്റീവ് വരെയുണ്ട്. അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. ചിലവർക്ക് ചില സിനിമകൾ മോശമെന്ന് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലവർക്ക് അത് കൊള്ളൂല എന്ന് തന്നെയായിരിക്കും. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഇപ്പം IFFKയുടെ കാര്യമാണ് പറയുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് ആരംഭിക്കുകയാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന IFFK. ഓക്കെ, അപ്പം അടുത്ത എന്താണ്? നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം. ഇവിടെ എന്തൊക്കെയോ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാം. അടുത്തത് മറ്റേ നമ്മുടെ ദേവസ്വം ബോർഡിനെ എടുത്തു കുടഞ്ഞു ഹൈക്കോടതി എന്ന് പറയുന്നത്. നടൻ ദിലീപ് ശബരിമല ദർശനം നടത്തിയതിന്റെ വിവാദങ്ങളായിരുന്നു. അതിന്റെ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി എടുത്തു കുടഞ്ഞെന്ന് പറയുന്നത്. നടൻ ദിലീപിന്റെ ശബരിമല ദർശനത്തിൽ ദേവസ്വം ബോർഡിനെ എതിരെ എടുത്തു കുടഞ്ഞ് ഹൈക്കോടതി. ദിലീപിനായി മറ്റു ഭക്തരെ തടഞ്ഞത് വിമർശിച്ച് കോടതി എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും വിഷയം ഗൗരവതരമാണെന്നും വ്യക്തമാക്കി. ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന നേരത്താണ് ദിലീപും സഹോദരനും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇവർക്ക് ദർശനം നടത്താനായി മുൻനിരയിലുണ്ടായിരുന്ന ഭക്തരെ തടഞ്ഞിരുന്നു. 10 മിനിറ്റിലേറെ മുൻനിരയിൽ നിന്ന് ദർശനം നടത്തിയ ദിലീപ് മറ്റു ഭക്തരുടെ ദർശനത്തിനും ക്യൂ നീങ്ങുന്നതിനും തടസ്സം സൃഷ്ടിച്ചെന്നാണ് ആരോപണം. ആ ഒരു പരിഗണന ലഭിച്ചതോടെ അവിടെ കാത്തുനിന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി അല്ലേ? സാധാരണ നമുക്ക് പെട്ടെന്ന് അങ്ങ് കയറി പോലെ അത്രയും തിരക്കുള്ള അമ്പലങ്ങളാണ്. ഈ പറഞ്ഞ 10 മിനിറ്റ് ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇനി ആളില്ലാത്ത പോലും അങ്ങനെ നടന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലും തിരക്കുള്ള സമയങ്ങളിൽ തൊഴുത് പോകുന്നൊരു ഇതാണ്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് 10 മിനിറ്റോളം ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന ഒരു സമയത്ത് ദിലീപ് നടക്കൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ആൾക്കാർക്ക് അത് തടസ്സം ഉണ്ടാക്കി. അടയ്ക്കുന്ന സമയത്തായിരുന്നു ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന നേരത്താണ് ദിലീപും സഹോദരനും ഒക്കെ അവിടെ തൊഴുന്നതിന് വേണ്ടിയിട്ട് എത്തിയത്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ്, എന്തുകൊണ്ട് ദിലീപിനെ മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നു? ഇതുപോലെ തന്നെ VIP ദർശനത്തിന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് അവരുടെ എല്ലാം ഫോട്ടോസ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് VIP ദർശനം ഒരാളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പറയുകയല്ല, എല്ലാവരും ഇതുപോലെ VIP ദർശനം നടത്തുമ്പോൾ ബാക്കിയുള്ളവരെ അത് എഫക്റ്റ് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേക പരിഗണന അമ്പലങ്ങളിലൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പം എന്താ പറയാ, ഗുരുവായൂരത്തിനും ശബരിമലയിലൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകൾ നിന്നിട്ടായിരിക്കും നടക്കലോട്ട് എത്തുന്നത്. അപ്പൊ നമ്മള് ഒരു VIP വരാൻ നേരത്ത് നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ നിന്നിട്ടായിരിക്കും പ്രാർത്ഥിക്കാൻ തൊഴുന്നതിന് വേണ്ടി ചെല്ലുന്നത്. ഒരേ ആളെ കാണാൻ വേണ്ടിയിട്ട് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ട് വരുന്നവരുണ്ട്, പ്രായമായിട്ട്. ശബരിമലയിലാണെങ്കിൽ ഏറ്റവും പ്രായമായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെയാണ് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും ശബരിമല കയറാൻ പറ്റില്ലല്ലോ. അപ്പം ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ആയിരിക്കും നിൽക്കുന്നത് ഈ 4-5 മണിക്കൂർ. അപ്പോൾ VIP പരിഗണന കൂടെ കൊടുക്കാൻ നേരത്ത് അത് മറ്റുള്ള ഭക്തരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിക്കാണ് വിമർശനങ്ങൾ ഉയർന്നത്. ഇപ്പൊ അത് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് ദിലീപിന്റെ കേസിലാണ്. അതിൽ ഒരുപാട് പേര് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിന് ദിലീപിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അത് തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ഭക്തരെ തടയാൻ ആരാണ് അനുവാദം നൽകിയതെന്നും ചോദിച്ചു. ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയം എന്നത് ആ ദിവസത്തെ ദർശനം ലഭിക്കുന്ന അവസാന സമയമാണ്. അതെ, അത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടൈമില്
അതിപ്പോ അടയ്ക്കാൻ പോവാണ്. ആ ഒരു ടൈമിൽ അത്രയും ദിവസത്തെ കഷ്ടപ്പാടിനെ ക്യൂ നിന്ന് വന്ന ആൾക്കാർ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഒന്ന് കാണണേന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും. അവർ ഓടിയൊക്കെ ആയിരിക്കും പോയെന്ന് കാണുക. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിലേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അന്നത്തെ ദിവസേ പോലെ പിന്നെ പിറ്റേ ദിവസം നിർമ്മാല്യം തൊട്ടുള്ളത്. അതെ അതെ. അപ്പൊ അത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പൊ ആ നട അടയ്ക്കുന്ന സമയം എന്നത് ആ ദിവസത്തെ ദർശനം ലഭിക്കുന്ന അവസാനത്തെ സമയമാണ്. എന്തടിസ്ഥാനത്തിൽ ഒന്നാം നിര ബ്ലോക്കാക്കി വെച്ചു എന്ന് ചോദിക്കുകയാണ്. എന്തിനു മറ്റ് ഭക്തർക്ക് മാർഗതടസ്സം ഉണ്ടാക്കിയെന്നും കോടതി ചോദിച്ചു. ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ VIP ദർശന വിവാദത്തിൽ 4 പേർക്കെതിരെ ദേവസ്വം ബോർഡ് കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പം ഇതാണ് പറയുന്നത്. അതിന്റെ ഫ്രണ്ടിൽ പോയി അത്രയും സമയം 7 മിനിറ്റ് എന്നാ നിന്ന് പ്രാർത്ഥിച്ചോളെന്ന് പറയുന്നുണ്ട്. എന്നാലും 10 മിനിറ്റിൽ 3 മിനിറ്റ് കുറഞ്ഞുള്ളൂ. 7 മിനിറ്റിന് തന്നെ നല്ലൊരു വില ഉണ്ടല്ലോ. 7 മിനിറ്റിൽ ചിലപ്പോ ഈ 3 മണിക്കൂർ ആണെങ്കിലും കുറെ അധികം ആൾക്കാരെ കിടത്തി വിടാൻ പറ്റുമായിരുന്നു. 3-4 മണിക്കൂർ ക്യൂ നിന്നവരുടെ 7 മിനിറ്റ് എന്ന് പറയുന്നതിന് നല്ല വിലയുണ്ട്. ആ ഒരു ടൈമിൽ അവർക്ക് കണ്ടു കഴിഞ്ഞ് ഇറങ്ങാനുള്ളൊരു ടൈമുണ്ട്. പക്ഷെ ആ ടൈമാണ് അവർക്ക് നഷ്ടമായത്. അപ്പോൾ ദിലീപിന്റെ കേസ് മാത്രമല്ല, എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ദിലീപിന്റെ കേസ് മാത്രമായിട്ട് ഞാൻ പറയല്ല, ഇങ്ങനൊരു VIP ദർശനം നമ്മളിപ്പോൾ ഒരാളെ ഒരു ദൈവത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു VIP ദർശനം വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊക്കെ വളരെ ബോറായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം എല്ലാവരും ഒരാളെ തന്നെയാണ് കാണാൻ വന്നേക്കുന്നത്. അവർക്ക് വലിയവൻ ചെറിയവൻ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ കൊടുക്കണ്ട എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ എന്താണ് ഡിസംബറിനെ കുറിച്ചിട്ട് പറയാനുള്ളേ? മഞ്ഞ് പെയ്യുന്നു, ക്രിസ്മസ്, കരോൾ, അതെ അതെ, ക്രിസ്മസ് ഫ്രണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ക്രിസ്മസും പുതുവത്സരം കൂടിയിട്ടുള്ള ആ ഒരു ടൈമാണ് നമ്മുടെ ഡിസംബർ ജനുവരി ആ ഒരു ടൈം. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? മുട്ടയ്ക്കും കോഴിയിറച്ചിക്കൊക്കെ വില ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരുടെ വീടുകളിലും ഇനി മുട്ടയും കോഴിയിറച്ചിയും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ക്രിസ്മസ് വരാൻ നേരത്ത് മുട്ടയും കോഴിയിറച്ചിക്കൊക്കെ ചിക്കനൊക്കെ അതിൻ്റെതായ ആവശ്യമുള്ള ഒരു സമയമാണ് എല്ലാ വീടുകളിലും. അപ്പൊ അതിന്റെ വില ഉയർന്നു തുടങ്ങിയെന്നാണ്. ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുട്ടയ്ക്കും കോഴിയിറച്ചിക്കും വില കൂടി. ക്രിസ്മസ് പുതുവത്സരം ആകുന്നതോടെ കോഴിവില ഇനിയും കൂടുമെന്നാണ് സൂചന. മുട്ട ഒന്നിന് 25 പൈസ വരെ കൂടിയെന്നാണ് 25 പൈസ വരെയാണ് കൂടിയത്. കോഴിയിറച്ചി വില പലയിടത്തും 130 വരെയായി. നാടൻ കോഴിയുടെ വിലയും കൂടി. 350 രൂപയുണ്ടായിരുന്ന നാടൻ കോഴിയുടെ വില 370 മുതൽ 400 വരെ എത്തി. നല്ല രീതിയിൽ കൂടുന്നുണ്ട്. കേരളത്തിന് ആവശ്യമുള്ള മുട്ടയും കോഴിയും കൂടുതലായി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അടുത്ത നാളുകളിലായി കോഴിമുട്ടയുടെയും കോഴിയിറച്ചിയുടെയും വില നിയന്ത്രിക്കുന്നതും തമിഴ്നാട് ലോബിയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ആവശ്യകത കൂടിയതും ഉൽപാദനത്തിലെ കുറവുമാണ് വില വർദ്ധിക്കാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളായി തമിഴ്നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുട്ട കയറ്റുമതി വർദ്ധിച്ചു. ഇതും വില കൂടാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് 6.90 രൂപ മുതലാണ് മുട്ടയുടെ ചില്ലറ വിൽപ്പന. തമിഴ്നാട്ടിൽ മുട്ടയുടെ അടിസ്ഥാന 5.90 രൂപയെ നിശ്ചയിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വില കൂടി എന്നത് തന്നെയാണ്. അതിനുള്ള കാരണം ഇപ്പൊ എല്ലാവർക്കും അതിനുള്ള ഡിമാൻഡ് കൂടിയപ്പോ എന്താണ്, സപ്ലൈ കുറഞ്ഞു. എനിക്കിപ്പോ പറ്റില്ല, ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കുറയും. ആ ഒരു കാര്യങ്ങൾ കുറവുണ്ട്. എന്തായാലും അതിപ്പോ പ്രാവർത്തികമായിരിക്കുന്നു. അതെ, ക്രിസ്മസ് കേക്കുകളിലൊക്കെ ആണെങ്കിലും ഒക്കെ മുട്ടയ്ക്കും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വില കൂടുന്നത് നമ്മളെ ക്രിസ്മസിന് കുറച്ചൊന്ന് അല്ലേ, നമ്മളെ ഇച്ചിരി ബുദ്ധിമുട്ടിക്കും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ കഴിച്ചാല് പറ്റൂ അല്ലേ. അതിനെന്തായാലും വില കൂടി എന്നത് തന്നെയാണ്. ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മേ ബി ഇനിയും ഉയരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ പകുതിയായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉയരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നതിന്റെ എണ്ണം കൂടി, അതിന്റെ ഒരു സംഭവം കൂടിയതോടുകൂടി നമുക്ക് ആ ഒരു ഉൽപാദനം കുറഞ്ഞു എന്നതാണ്. പിന്നെ ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടുകയായിരുന്നു. അടുത്തത് മഴയുടേതാണ്. ഇന്നും ശക്തമായ മഴ എന്നാണ്. നാളെ കഴിഞ്ഞ് കുറയുള്ളെന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലൊക്കെ നല്ല മഴയാണ്. അതെ, ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ കാലാവസ്ഥ റിപ്പോർട്ടാണ് കേട്ടോ. അതെ, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.
ഗൾഫ് ഓഫ് മാന്നാറിന് സമീപത്തുള്ള ന്യൂനമർദ്ദം കേരളത്തിന് തെക്ക് മധ്യഭാഗത്തുകൂടി ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് നീങ്ങുന്നതിന്റെ ഭാഗമായി മഴ ലഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചവരെ തെക്ക് മധ്യ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 3 ജില്ലകളിൽ റെഡ് അലർട്ടാണല്ലോ. ഇടുക്കി, എറണാകുളം ഒക്കെ റെഡ് അലർട്ടാണ് പറഞ്ഞേക്കുന്നത്. പത്തനംതിട്ടയാണോ? അങ്ങനെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കാനാണ് പറയുന്നത്. അതീവ ജാഗ്രത പുലർത്തണം. മഴ ശക്തമായ സാഹചര്യത്തിൽ അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ചിലയിടങ്ങളിൽ കടലാക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്ക ഭീഷണിക്കും ഒക്കെ സാധ്യതകളുണ്ട്. ആളുകൾ ആവശ്യമെങ്കിൽ അതായത് നമ്മുടെ വെള്ളമൊക്കെ തീരദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് മാറി താമസിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം ഉയരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും ജാഗ്രത പുലർത്തുക. ഓക്കെ, ഇനി നമുക്കെങ്കിൽ സ്പോർട്സിലോട്ട് പോയാലോ? അതെ അതെ. ഓക്കെ, സ്പോർട്സിലെ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് ആദ്യമേ പറയാഞ്ഞത് സ്പോർട്സിൻ്റെതായിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താണ് നമ്മുടെ ഇന്ത്യക്ക് അത്രയും മാത്രം അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം സമ്മാനിച്ചിരിക്കുകയാണ് ഗുഗേഷ്. അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായ 18 വയസ്സില് 18കാരൻ ലോക ചെസ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ 18കാരൻ ഡി ഗുഗേഷ്. അതാണിപ്പോ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയായിട്ട്. അത് ചൈനയുടെ ഡിങ് ലിറനെ കീഴടക്കിയത് 14ാമത്തെ ഗെയിന്. നമ്മളത് മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിങ് ലിറനുമായിട്ടുള്ള ആ ഒരു അതായത് സമനിലയിലൊക്കെ വരുവാണുള്ള ഒരു കഴിഞ്ഞ മത്സരത്തിന് ഡിങ് ലിറൻ ആയിരുന്നല്ലോ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഗുഗേഷ് വിജയത്തിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ 18കാരനായിരുന്നു. 14ാമത്തെ ഒരു ഗെയിമില് ലിറനെ തോൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കുറച്ച് കരുതലോടെ നീക്കിയ കരുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ചെസ്സിനെ കുറിച്ചിട്ട് എനിക്ക് അധികം അറിയാത്തത് കൊണ്ടും ഞാനത് പറയുന്നില്ല. അതെ, വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ദൊമ്മരാജു ഗുഗേഷ്. ഡിയുടേതാണ് ദൊമ്മരാജു ഗുഗേഷ്. ചൈനയുടെ നിലവിലെ ചാമ്പ്യൻ ഡിങ് ലിറനെ 14ാം റൗണ്ട് വരെ നീണ്ട ആവേശകരമായ മത്സരത്താലാണ് 18 വയസ്സുകാരനായ ഗുഗേഷ് തോൽപ്പിച്ചത്. 18 വയസ്സുകാരൻ സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 14ാമത്തെയും അവസാനത്തെയും ഗെയിമിൽ ജയിച്ചതോടെ ഇന്ത്യയുടെ ഗുഗേഷ് ചാമ്പ്യനായി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ഖ്യാതിയും ഗുഗേഷിന് സ്വന്തമായി. 7.5 മത്സരത്തിന്റെ അവസാന ഫലം. ഗുഗേഷിന് 5 കോടിയിലധികം രൂപയും ചാമ്പ്യന്റെ ട്രോഫിയും രണ്ടാമൻ ഡിങ് അതായത് ഗുഗേഷിന് കിട്ടിയത് 5 കോടിയിലധികം രൂപയും ചാമ്പ്യന്റെ ട്രോഫിയാണ്. രണ്ടാമനായിട്ടുള്ള ഡിങ് ലിറന് കിട്ടിയത് 3 കോടിയിലധികവും സമ്മാനമായി ലഭിക്കും. എന്തായാലും ഇന്ത്യക്ക് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 11.45 കോടി ഗുഗേഷിന് ലഭിക്കുന്ന സമ്മാന തുക എന്നാണ്. അതെ, 5 കോടിയിലധികം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു കണക്ക് 11, അതിൽ 5 കൂടുതൽ ആ ഒരു രീതിയിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 5-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ പ്രതിഭയായ ഗുഗേഷ് പുതിയ ഫിഡെ ലോക ചാമ്പ്യന്മാരായ നിലയിൽ 18ാമനുമാണ്. നാടകീയവും അപ്രതീക്ഷിതവുമായ സംഭവ വികാസങ്ങളിൽ അവസാന ഗെയിം സമനിലയിലേക്ക് നീങ്ങുമെന്നും ട്രൈ ബ്രേക്കുകൾ ഒഴിവാക്കാനില്ലെന്നും തോന്നവേ ലിറൻ വലിയ പിഴവ് വരുത്തി. പിന്നീട് 3 നീക്കങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന 6.5 പോയിന്റ് വീതം നേടി. അവസാന ഗെയിമിനായി ലിറനും ഗുഗേഷും ഇരിക്കുമ്പോൾ കാണികൾക്ക് ഉഗ്ര സമ്മർദ്ദമായിരുന്നു. ശരിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര സമ്മർദ്ദമായിരിക്കും. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുഗേഷിന്റെ പ്രായം. 22ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുഗേഷ് മറികടന്നത്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവായ ഗുഗേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഗുഗേഷ് സ്വന്തമാക്കിയിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ്. 7ാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുഗേഷ് ലോക റാങ്കിങ്ങിൽ തന്നേക്കാൾ മുന്നിലുള്ള 5 പേരെ പിന്തള്ളിയാണ് ലോക ചാമ്പ്യനെ നേരിടുന്ന ചാലഞ്ചറായത്. മാതാപിതാക്കൾ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെങ്കിലും ചെന്നൈയിൽ നിന്നാണ് ഗുഗേഷിന്റെ വരവ്. 2020 മുതൽ വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയുടെ ശിക്ഷണത്തിലാണ്. വേലമ്മാൾ വിദ്യാലയ സ്കൂളിൽ പഠിക്കവേ 7ാം വയസ്സിലാണ് ചെസ് കളി തുടങ്ങിയത്. 12 വയസ്സും 7 മാസവും 17 ദിവസവുമായപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തി. 2750 എല്ലോ റേറ്റിംഗ്
നേടുന്ന പ്രായം കുറഞ്ഞയാളും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ താരവുമായി 2019 ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ ഒന്നാം ബോർഡിൽ സ്വർണ്ണ മെഡൽ പിന്നാലെ 2700 എലോ റേറ്റിംഗ് മറികടന്നു. ലോക ചാമ്പ്യനായ ശേഷം മാഗ്നസ് കാഴ്സനെ തോൽപ്പിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി 2023 2750 എലോ റേറ്റിംഗ് പോയിന്റ് കടന്നു. ആനന്ദിനെ മറികടന്ന് ഫിഡെ റേറ്റിംഗിൽ മുന്നിലുള്ള ഇന്ത്യക്കാരനായി. കാൻഡിഡേറ്റ്സ് ചെസ്സിന് യോഗ്യത നേടി. എന്തായാലും ലോക ചാമ്പ്യനായി. ലോക ചാമ്പ്യനായി. ഇന്ത്യക്ക് അഭിമാനമായി. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിൽ പറഞ്ഞത് 12ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയെന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ചെസ്സിനോടുള്ള ആ ഒരു അതെ, ആ ഒരു ഇതും. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കരുതലോടെ നീക്കിയ കരുക്കൾ എന്നൊക്കെ, അത് പ്രായത്തിന്റെ ആ ഒരു എടുത്തുചാട്ടമോ ഒന്നുമില്ലാതെ വളരെയധികം ആലോചിച്ച് ബുദ്ധിപരമായിട്ടായിരുന്നു ഓരോ നീക്കങ്ങളും നടത്തിയത്. അതെ അതെ അതെ. പിന്നെ അതില് എന്താണ്, ചില റൗണ്ടുകളൊക്കെ സമനിലയിൽ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ജയിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നിട്ട് കൂടി അതൊന്ന് കയ്യിൽ നിന്ന് വഴുതി പോവാൻ സമനിലയിൽ പിടിച്ചു നിർത്താനെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് അവസാനം നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമാവുന്ന ഇത് കണ്ടോണ്ടിരുന്ന കാണികൾക്കായിരുന്നു പ്രഷർ എന്ന് പറഞ്ഞ കാര്യം. ജയിക്കുവോ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കി ഇരിക്കുകയായിരുന്നു. സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. കൗമാരപ്രായകരം 18ാം വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പട്ടം നേടിയിരിക്കുന്നു. അതെ, വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ ഏകദേശം എല്ലാ വാർത്തകളും ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ക്ഷമിക്കാം. നമുക്ക് പുതിയ വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ.